ഇനി ഈ പണ്ടാരം ഇതിപ്പോ കഴിയാനാ? എന്തുവാടി കാര്യം? നീ ബീച്ചിൽ നിന്ന് വന്നത് മുതലുണ്ടല്ലോ ഈ ഫയലും പിടിച്ച് നടക്കുന്നത്. എടി നമ്മുടെ ആ പുതിയ ഓഫീസർ ഉണ്ടല്ലോ, അയാളില്ലേ എന്താ ഏതാന്നറിയില്ല, മാനേജർ കൊടുക്കുന്ന വർക്കൊക്കെ എന്റെ തലമണ്ടയിൽ ഇട്ടിട്ട് തരും. അയാൾ പുതിയ വർക്കൊന്നും ചെയ്യില്ല, പകരം അയാളുടെ വർക്കൊക്കെ ഇല്ലേ നമുക്കിട്ട് തരും. ഓരോ ദിവസം അയാൾക്കൊന്നിട്ട് കൊടുക്കണം. കുറെ ദിവസമായി ഞാൻ വെച്ചേക്കുന്നു. അയ്യോടി, അത് കാര്യാക്കണ്ട, നിനക്ക് അയാളെ സ്വഭാവം അറിയാവുന്നതല്ലേ, അത് വീട്ടെ, അതൊന്നും കാര്യാക്കി എടുക്കണ്ട. ഇപ്പൊ ഞാൻ വിടുന്നേ, ഒരു ദിവസം ഞാൻ അയാൾക്ക് വെച്ച് കൊടുക്കും. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ, നീയറിഞ്ഞോ നിന്നിലോറും മോഹഗംഗാജലം മധുരദേവാമൃതം. എടി, ഓഫീസിലെ സാറിനെ കാണുന്നില്ല. ഇന്നേ സാറ് വന്നില്ലെന്നാ തോന്നുന്നേ. നീ അങ്ങനെ ആശക്കൊന്നും വേണ്ട, അങ്ങേര് ഇവിടെ തന്നെ എവിടെയും ഉണ്ടാവും, നമുക്ക് കാണാത്തതായിരിക്കും. എന്താ ഇവിടെ രാവിലെ തന്നെ രണ്ടാളും കൂടി ഒരു കുശു കുശു? അത് പിന്നെ ഒന്നുമില്ല സാർ. റോസേ, നിന്നോട് ഞാൻ ഇന്നലെ ചെയ്യാൻ പറഞ്ഞ വർക്കൊക്കെ ചെയ്തോ? ചെയ്തായിരുന്നു സാർ, സാറിന്റെ ടേബിളിൽ വെച്ചിട്ടുണ്ടോ ഫയൽ? റോസി, എന്നാ നീ എൻ്റെ ടേബിളിൻ്റെ അടുത്ത് വാ, എനിക്ക് ആ ഫയൽ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ശ്രീലക്ഷ്മി, നിനക്ക് ഇന്നലെ തന്ന ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തോ? ഇല്ല സാർ. പിന്നെ എന്തിനാ ഇവിടെ വന്ന് മേച്ചൊക്കെക്കൊണ്ടിരിക്കുന്നത്? പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്യേ, ഇന്ന് ഉച്ചയ്ക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളതാ. ശരി സാർ, ഞാനത് ഇപ്പൊ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. റോസി, നീ എൻ്റെ ടേബിളിൻ്റെ അടുത്ത് വാ. ഓക്കെ, ഈ ഫയലാണല്ലേ? അതെ സാർ. ഓക്കെ, ഇതൊക്കെ കുഴപ്പമില്ല. ശരി, എന്നാ നമ്മുടെ പുതിയ ചെയർമാൻ വന്നിട്ടുണ്ട്, അപ്പോൾ നീ ഇത് അവിടെ പോയി കൊടുത്തിട്ട് വാ. ഞാനോ സാർ? പിന്നെ നീ അല്ലാണ്ട് വേറെ ആരാണ് കൊടുക്കേണ്ടത്? ഞാനാണ് കൊടുക്കേണ്ടത്. പെട്ടെന്ന് കൊടുത്തിട്ട് വാ. ശരി സാർ. ഇതിനിപ്പോ കഴിയാനാ? എത്രയുണ്ട്? ഇത് കഴിയാണ്ട് എനിക്കിനിപ്പോ ലീവ് ചോദിച്ചാൽ തരൂല്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്റെ പഠിച്ചോനെ, എനിക്ക് ഒരു പേടിയും കിട്ടണില്ലല്ലോ. എന്തുവാടി, എന്നതാ കാര്യം? ഭയങ്കര ഹാപ്പി മൂഡിലാണല്ലോ. ഇടി, ഞാനില്ലേ മാനേജർ പറഞ്ഞിട്ട് ഫയൽ കൊടുക്കാൻ പോയില്ലേ, അവിടെ പുതുതായിട്ട് വന്നതാണെന്ന് തോന്നുന്നു പുതിയൊരു ഓഫീസർ. എന്ത് രസമാണ് കാണാൻ. പുതിയ ഓഫീസറാണോ അല്ല ചെയർമാൻ്റെ PA ആരാന്നറിയില്ല, പക്ഷെ എന്ത് രസമാണ് കാണാൻ. തുടങ്ങി അവിടെ ഒരു കോയിത്തരം. നിർത്താനായില്ല മോളെ നിനക്ക്. ഞാൻ ശരിക്കും പറഞ്ഞതാടി, എനിക്ക് കണ്ടപ്പം തന്നെ ക്രഷ് അടിച്ചു. എടി മോളെ, ഇത് നിനക്ക് എത്രാമത്തെ ക്രഷ് അടിക്കുന്നേ? എടി, എപ്പോഴത്തെ പോലൊന്നുമല്ല. I am fell in love with him. മാങ്ങ തോലി, നീ ആരെ കണ്ടാലും തന്നെയല്ലേ പറയാറ്. നിനക്കിത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇത് എപ്പോഴത്തെ പോലൊന്നുമല്ല. മതി മതി, എന്റെ വർക്ക് പെയിന്റിങ് ആവും. നിങ്ങൾ സംസാരിച്ചാൽ നിനക്ക് വേറെ പണിയൊന്നുമില്ല. നീ വർക്ക് അവിടെ വെക്ക്, നമുക്ക് ഒരു ചായ കുടിച്ച് വരാൻ വാ. ഇല്ല മോളെ, ഞാൻ ഇവിടേക്കില്ല. ഇത് ഉച്ചയാകുമ്പോൾ എനിക്ക് അയാൾ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും റെഡിയാക്കി കൊടുക്കണം. അതൊക്കെ കൊടുക്കാൻ ചായ കുടിക്കാൻ ആകെ 10 മിനിറ്റ് അല്ലേ വേണ്ടത്? ചായ കുടിച്ച് വരാം. ഈ 10 മിനിറ്റ് കൊണ്ട് നീ വലിയ മലമറിക്കാനൊന്നും പോകുന്നില്ലല്ലോ. എടി, നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് പോവാം. എന്നിട്ട് ഇപ്പം റെഡിയാവും, ഏകദേശം ഓൾമോസ്റ്റ് ഫുള്ളായി. ഓക്കെ, ഐ വിൽ വെയിറ്റ് ഔട്ട്സൈഡ്. ഓക്കെ? അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ. ഓ, നമ്മുടെ നിരാശ കാമുകനെ വിട്ടിട്ടുണ്ടായിരുന്നാ? എത്ര സമയമായിടാ നിന്റെ അമ്മ ഫോൺ വിളിക്കാൻ തുടങ്ങിയിട്ട്? നിനക്കൊന്നാ ഫോൺ എടുത്താലെന്താ? എന്തിനാടാ അമ്മ ഫോൺ വിളിച്ചേ? നിനക്കറിയാവുന്നതല്ലേ അമ്മ എന്തിനായിരിക്കും ഫോൺ വിളിച്ചിട്ടുണ്ടാവാന്ന്? എടാ, നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കി, എന്തിനാ ഇപ്പൊ എന്നെ നിർബന്ധിക്കുന്നത്? എടാ, നീ അമ്മയുടെ സിറ്റുവേഷൻ കൂടി ചിന്തിക്കടാ. എടാ, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പഴയതെന്ന് ഒന്ന് ഇങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. എടാ, നീ ഒന്ന് മൂവ് ഓൺ ചെയ്യേ. എന്തിനാ പഴയത് തന്നെ പിടിച്ച് തൂങ്ങിക്കൊണ്ടിരിക്കുന്നേ? ഒന്ന് മൂവ് ഓൺ ചെയ്യേ. അതല്ലേ എല്ലാവർക്കും സന്തോഷം. നീ ഇങ്ങനെ പഴയതും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിരാശ കാമുകനായി ഇവിടെ ഇരുന്നാലുണ്ടല്ലോ, പിന്നെ ലൈഫ് ഇടാൻ മൂഞ്ചി പോത്തേ ഉള്ളൂ. നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കടാ. എനിക്ക് കുറച്ച് സമയം എന്താ? ഇനിയും എത്ര സമയമാണ് നിനക്ക് വേണ്ടത്? 1 ഇയർ എടുത്തില്ലേ, ഇനിയും സമയ? ശരി, നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. ശരി, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം.
എന്നാലും എനിക്ക് ചെറിയൊരു പേടിയുണ്ടെടാ. പഴയതുപോലെ തന്നെ ഇതും സംഭവിച്ചാൽ എന്താ ചെയ്യാ? എടാ, എല്ലാവരും എല്ലായ്പ്പോഴും ഒരുപോലെ ഒന്നും ഉണ്ടാവില്ല. ഏ, നീ ഒന്ന് മൂവ് ഓൺ ചെയ്യേ. ആ, നോക്കാം. ശരി, അമ്മയോട് വിളിച്ച് പറ. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ അമ്മക്ക് വിളിക്കാം.